വീക്കെൻഡായുള്ള മെയിൻ പരിപാടി ഷോപ്പിംഗ് മാളിൽ പോകാമെന്നുള്ളതാണ്. അപ്പം ഞങ്ങളിവിടെ ഫോറം വാലി മാളിൽ വന്നേക്കാണ്. കുറച്ച് ഷോപ്പിങ്ങും പിന്നെ പിള്ളേർക്ക് ഇവിടുത്തെ പ്ലേ ഏരിയയിൽ കളിക്കണം, പിന്നെ ഫുഡ് അടിക്കുക, ഇതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും മെയിൻ പരിപാടി ഇത് തന്നെയായിരിക്കും വീക്കെൻഡ് ആയിട്ടുണ്ടെങ്കിൽ. ഓരോ വീക്കെൻഡും ഓരോ ഷോപ്പിംഗ് മോൾ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലാതെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ നിറയെ ഷോപ്പിംഗ് മോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നാലും എല്ലാവരും ഷോപ്പിംഗ് മോളിൽ പോകുന്നത് തന്നെ കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യണുള്ളൂ കേട്ടോ, വലിയ വ്ളോഗായിട്ടൊന്നും ചെയ്യാനില്ല. ഇത് ഗ്രൂട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആട്ടോ. ഇവിടെ ഞങ്ങൾ ലാസ്റ്റ് ടൈം കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കോർട്ടിൽ പോയിട്ട് മെയിനായിട്ട് എൻ്റെയും ആമിക്കുട്ടിയുടെയും ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്ഡൊണാൾഡാണ്. മെക്ഡൊണാൾഡിൽ പോയിട്ട് സ്പൈസി ബർഗർ കഴിക്കും. ഇന്നും പോയിട്ടുണ്ടെങ്കിലും സ്പൈസി ചിക്കൻ ബർഗർ ഓർഡർ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇന്നൊന്ന് ചേഞ്ചിന് വേണ്ടിയിട്ട് കൊറിയൻ ചിക്കൻ ബർഗർ വന്നിട്ടുണ്ട്, അത് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ആമിക്കുട്ടിക്ക് മാഷ്മെല്ലോരെ ചോക്ലേറ്റ് ഡിപ്പിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റിൽ ഇങ്ങനെ ഡിപ്പിംഗ് ചെയ്ത് പിന്നെ മുകളിൽ ഇങ്ങനെ ടോപ്പിങ്സ് ഒക്കെ ചെയ്തിട്ട് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുട്ടികളുടെ പ്ലേ ഏരിയയിൽ പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതൊക്കെയായിരുന്നു വീക്കെൻഡ് പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ വീക്കെൻഡ് പരിപാടികൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സാറ്റർഡേ സൺഡേ ആയിട്ടുണ്ടെങ്കിൽ അന്യനും കുഞ്ഞിനും വെച്ച് കളിക്കുക, വക്ക് കളിക്കുക, കല്ല് കളിക്കുക, ഗോലിക്കായ കളിക്കുക, പിന്നെ തീപ്പെട്ടിപ്പടത്തിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ ഉണ്ടാവും, ലേബിൾസിൻ്റെ, അങ്ങനെയൊക്കെ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ പിള്ളേർക്കൊക്കെ ആ നല്ല കാലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ കളിക്കണമെങ്കിൽ തന്നെ 1000 രൂപയ്ക്ക് മിനിമം റീചാർജ് ചെയ്തിട്ട് വേണം കളിക്കണമെങ്കിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ടച്ച് ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സി യു.